ബി.ജെ.പി. നേതാവ് വി രാജേഷിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിയായ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. ബി.ജെ.പി. പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചത്. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ് അരുൺ. പുതിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് പുറമെ ആദ്യത്തെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരത്താണ്. അത് വി രാജേഷിനെതിരെയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഈ നീക്കത്തിന് പിന്നിൽ? എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലുമൊക്കെ നമ്മൾ കണ്ടത്. ആദ്യം അറിഞ്ഞത് വി രാജേഷിന്റെ വീട്ടിലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ നമ്മൾ എത്തിയപ്പോൾ പക്ഷേ അത്തരത്തിലൊരു പോസ്റ്ററുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. വി രാജേഷിന്റെ വീടിന് മുൻവശത്ത് ഒരു ഫ്ലെക്സ് ബോർഡിലായിരുന്നു ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നത്. ഇത് അറിഞ്ഞ് ഒരുപക്ഷെ ഈ പോസ്റ്റർ ഫ്ലെക്സ് ബോർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടാവാനാണ് സാധ്യത. നിലവിൽ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിരവധി കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് നിലവിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിലവിൽ ബി.ജെ.പി. പ്രതികരണ വേദിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വി രാജേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്നും പണം കൈപ്പറ്റി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി, രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിൽ നമുക്ക് ഈ പോസ്റ്ററുകൾ കണ്ടാൽ അറിയാം. തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് വി രാജേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പാർട്ടി വിശദമായി അന്വേഷിക്കണം. മറ്റൊന്ന്, ഇ.ഡി. റബ്ബർ സ്റ്റാമ്പ് അല്ല എങ്കിൽ വി രാജേഷ് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടണം എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ബി.ജെ.പിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ സാമ്പത്തിക വളർച്ച പാർട്ടി വിശദമായി അന്വേഷിക്കണം. തിരുവനന്തപുരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ രാജേഷിനെതിരെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇത് നടത്തിയിരിക്കുന്നത് പാർട്ടിക്കകത്തു നിന്ന് തന്നെയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ തന്നെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന അടക്കമുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്ത് 2 ദിവസങ്ങൾ പിന്നിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ വീണ്ടും മുറുകുന്ന കാഴ്ച അത് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. വി രാജേഷിനെതിരെയാണ് ഇപ്പോൾ പടയൊരുക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വാർത്തയാകാതെ പോയതും. ഈ വി രാജേഷ് 15 വർഷം കൊണ്ട് സ്വത്ത് സമ്പാദിച്ചു എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. ബി.ജെ.പി. പ്രതികരണ വേദി എന്ന പേരിൽ അത് നടത്തുമ്പോഴും പാർട്ടിക്കുള്ളിലുള്ള ചിലർ വി രാജേഷിനോട് ശത്രുതയോ വൈരാഗ്യമോ ഒക്കെയുള്ളവരായിരിക്കാം ഒരുപക്ഷെ. ഇനിയിപ്പോൾ പാർട്ടിയുടെ പുനഃസംഘടന പൂർണ്ണമായിട്ടും വരുമ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുന്ന സമയത്ത് വി രാജേഷിനെ പ്രധാന പദവികളിലേക്ക് പരിഗണിക്കരുത് എന്ന ഒരു ലക്ഷ്യം കൂടി ഈ പോസ്റ്ററിന് പിന്നിൽ ഉണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അരുൺ, തീർച്ചയായിട്ടും. കാരണം അത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം ഈ പോസ്റ്റർ പതിപ്പിച്ചതിന് പിന്നിലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വി രാജേഷിനെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക, മറ്റു പദവികൾ ഇനി നൽകാൻ ഇടയാക്കരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഷ മലയാളത്തിൽ പതിപ്പിച്ചതിന് പുറമെ ഇംഗ്ലീഷ് ഭാഷയിലും ഈ പോസ്റ്ററുകളുണ്ട്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിരവധി പോസ്റ്ററുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലും അത് പതിപ്പിച്ചിരിക്കുന്നു. ഇനി മറ്റ് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മളിപ്പോൾ തിരക്കുകയാണ്. നിലവിൽ ഈ രാജേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം എന്തായാലും പാർട്ടി ജില്ലാ ഘടകങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും എത്രത്തോളം വിലയിരുത്തും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഈ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടമായപ്പോൾ തന്നെ പുറത്തുനിന്ന് ഒരാളെ പരിഗണിച്ചത് തന്നെ ഈ നിലവിൽ സംസ്ഥാന ഘടകത്തിനകത്തുള്ള ഈ 3 തട്ടിൽ നിൽക്കുന്ന ഈ പാർട്ടിയെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് 2 പതിറ്റാണ്ട് കാലം പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയെ പുറത്തുനിന്ന് ദേശീയ നേതൃത്വം കൊണ്ടുവന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുവരുമ്പോഴും ഇനി വലിയൊരു തലവേദനയായിട്ട് ഇത് മാറുമോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. വി രാജേഷിനെതിരെ മാത്രമാണോ വരും ദിവസങ്ങളിൽ ഇനി മറ്റ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അരുൺ ബാക്കിയാവുകയാണ്. ബി.ജെ.പി. പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അരുൺ സോളമനാണ് വാർത്തകൾ നൽകിയത്.